ബലാത്സംഗ കേസുകളിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. കൂട്ടബലാത്സംഗ കേസുകളിൽ ലൈംഗിക പീഡനം നടത്തിയത് ഒരാളാണെങ്കിലും സംഘത്തിലെ മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടുമെന്ന് സുപ്രീം കോടതി. കേസിൽ ഓരോ പ്രതിയും പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പ്രത്യേകം ഹാജരാക്കേണ്ടതില്ലെന്നും കോടതിയുടെ നിരീക്ഷണം. കൂട്ടബലാത്സംഗ കേസുകളിൽ ലൈംഗിക പീഡനം നടത്തിയത് ഒരാളാണെങ്കിലും സംഘത്തിലെ മറ്റുള്ളവരെ ശിക്ഷിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. IPC 376 വകുപ്പ് പ്രകാരം കൂട്ടബലാത്സംഗ കേസുകളിൽ ഒരാൾ കുറ്റം ചെയ്താൽ കൂട്ടത്തിലെല്ലാവരും കുറ്റക്കാരാകും. പൊതു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടത്തിലെ എല്ലാവരും പ്രവർത്തിച്ചതെന്ന നിയമതത്വമാണ് അടിസ്ഥാനമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് സഞ്ജയ് കരോൾ, KP വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ഇത്തരം കേസുകളിൽ ഓരോ പ്രതിയും പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പ്രത്യേകം ഹാജരാക്കണമെന്ന് നിർബന്ധമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഒന്നോ അതിലധികമോ കുറ്റവാളികൾ ഒരേ ഉദ്ദേശത്തോടെ കുറ്റകൃത്യം നടത്തിയാൽ കൂട്ടുത്തരവാദിത്വത്തിന്റെ പേരിൽ എല്ലാവരും ശിക്ഷക്കർഹരാണെന്നും സുപ്രീം കോടതി വിശദീകരിച്ചു. 2004 മധ്യപ്രദേശിലെ കട്നി ജില്ലയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയായ കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. കൈരളി ന്യൂസ്, ദില്ലി.